भीगी भीगी सड़कों पे मैं तेरा इंतजार करूं, धीरे धीरे दिल जो दिल को भा रही है वो तेरी शायरी है या कोई शायरा. അനുവാമിസേ, അപ്പം ഞാനിന്ന് നിങ്ങളുടെ എപ്പിസോഡ് 5 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത് ആരോ വന്നതായിട്ടായിരുന്നു. അത് ആരാ എന്നുള്ളത് നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം. ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡ്സും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒരുപാട് ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നീരവ്, ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആണല്ലോ, എന്താണ്? ശരി, കയറുക. ഓ സോറി ടീച്ചർ, ചെറുതായിട്ടൊന്ന് ട്രാഫിക് കാരണം പണി കിട്ടിയത്. ശരി ശരി, നെക്സ്റ്റ് ടൈം ഇങ്ങനെ ആവല്ലേ. ഇരിക്കും. സോ സ്റ്റുഡൻസ്, ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ പുതിയ സ്റ്റുഡൻസ്, വൃന്ദ ആൻഡ് നീരവ്. അപ്പോൾ അവർ ഈ വർഷം പകുതി വെച്ചാണ് വന്നിരിക്കുന്നത്, എല്ലാവർക്കും അറിയാമല്ലോ. സോ അവരെ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. പിന്നെ വൃന്ദയെ പിന്നെ പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ, അവൾ 10th വരെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. 11th സ്റ്റേറ്റ് പോയിരുന്നു, അവിടെ ഓക്കെ അല്ലാത്തതുകൊണ്ട് പിന്നെ അവൾ തിരിച്ച് വന്നതാണ്, അതാ ലേറ്റായി. അപ്പോൾ താങ്ക് യു ചിൽഡ്രൻ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഹലോ. ഹായ്, ആരാ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഇന്ന് തന്റെ ഇൻസ്റ്റ ഐ ഡി വാങ്ങി. ഓ, ഋഷി ആയിരുന്നല്ലേ? ഓക്കെ ഓക്കെ. ആ അതെ, ഋഷിയാണ്. ഓക്കെ, ശരി എന്നാ പിന്നെ കാണാം. അയ്യോ പോയില്ലേ, ഞാനിവിടെ ബോറടിച്ചിരിക്കുക. ബാ, എന്തേലും പറഞ്ഞിരിക്കാം. ശരി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ, ചോദിക്ക്. ഇൻസ്റ്റ നോട്ടിൽ ഒരുപാട് പേര് ബെസ്റ്റ് ഫ്രണ്ട്സ് ലിസ്റ്റിൽ മെൻഷൻ ആക്കിയിട്ടുണ്ടല്ലോ. അതേലോ. അപ്പൊ വേറെയും ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടല്ലേ? എന്നെ മനസ്സിലാക്കിയാലോ അതിൽ? അതെന്നാ? അതെന്തിനാ നിന്നെ മനസ്സിലാക്കണേ? പിന്നെ എന്നെ മനസ്സിലാക്കാതെ ഞാനും നിന്റെ ബെസ്റ്റ് അല്ലേ? അല്ല. ബെസ്റ്റ് അല്ലേ? പിന്നെ ആരാ ഞാൻ നിനക്ക്? ക്ലോസ് ഫ്രണ്ട് പോലെ. അത്രേ ഉള്ളോ? യെസ്. ഹേയ്, നീ പോയാ? അങ്ങനെ അവൾ ചാറ്റിൽ നിന്ന് ഇറങ്ങി. അപ്പോഴാ ഋഷി ഒരു സാഡ് സോങ് എടുത്ത് സെൻഡ് നോട്ടാക്കി ഇട്ടേക്കുന്നത് അവൾ കണ്ടു. ഇവനിത് എന്നതാ പ്രശ്നം? ഇപ്പൊ തന്നെ കേൾക്കാം അവനോട്. ഡാ, നിന്റെ പ്രശ്നം എന്താ? അത് പിന്നെ ഞാൻ നിന്റെ ബെസ്റ്റ് അല്ലല്ലോ. അല്ല, അതിന് എന്താ ഇപ്പൊ? ഞാൻ നിന്നെ അങ്ങനെ കണ്ടേ, ബട്ട് നിനക്ക് ഞാൻ അങ്ങനെ അല്ലല്ലോ. ഡാ, ഞാൻ ആരെയും ബെസ്റ്റ് ഫ്രണ്ട് ആക്കില്ല. ഇനി എനിക്ക് വേണ്ട, ഇപ്പൊ തന്നെ ഒരുപാടുണ്ട്. അതും പോരാണ്ട് ഓരോ പ്രശ്നവും. ഇനി എനിക്ക് വയ്യ, അതാ. എന്നാലും എന്നെ കൂടെ ആക്കിക്കൂടെ? ഡാ, നിനക്ക് ശരി ആക്കാം, പോരാ. ശരിക്കും? ആ അതെ, നീയും ബെസ്റ്റ് ഫ്രണ്ട് വന്ന ഹാപ്പി. അതെ, ഹാപ്പി. ഋഷി, അതാരാ? അതാണ് അല്ലു, എന്റെ ക്ലോസ് ഫ്രണ്ട്. കൊള്ളാം. ശരി, അത് വിട്. ഇന്ന് എന്നാ ബർത്ത്ഡേ ആണോ പുള്ളിയുടെ? ആ, അവന്റെ ബർത്ത്ഡേ ആണ്, അതല്ലേ ഇന്ന് മിഠായി കൊടുക്കുന്നത്. ഓ ഓക്കെ ഓക്കെ. ഹേയ് ബ്രോ, ബർത്ത്ഡേ ആണല്ലേ? ഹാപ്പി ബർത്ത്ഡേ. ഓ താങ്ക്സ്. പ്രിയ, എന്നതാണോ? നീ ആ അല്ലുവിന് ഹാൻഡ് ഷേക്ക് കൊടുത്താണോ ബർത്ത്ഡേ വിഷ് ചെയ്ത്? അതേലോ. എന്തിന്? പിന്നെ അങ്ങനെയല്ലേ വിഷാക്കണ്ടേ? ഞാൻ അങ്ങനെ എല്ലാരും വിഷ് ചെയ്യാറ്. സാധാരണ അങ്ങനെ തന്നെ, ബട്ട് ഇവന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യില്ല. ഞാനത് പറയാൻ വിട്ടുപോയി. അതെന്താ അങ്ങനെ? കാര്യം പറ. ബി, അവൻ ബ്രഹ്മചാരിയാണ്, പെണ്ണുങ്ങൾ അവന് അലർജിയാണ്. അപ്പൊ നീ അവന് ഹാൻഡ് ഷേക്ക് കൊടുത്തത്, അവന് എങ്ങനെയോ ആണ് ഹാൻഡ് ഷേക്ക് തന്നെ. ഇപ്പൊ ദാ അവിടെ പോയി കൈ സോപ്പ് തേച്ച് കഴിയുക അവൻ. അയ്യോ, അത്ര പ്രശ്ന? ഇത് ശരിയാവില്ല. അപ്പൊ എന്ത് ശരിയാവില്ലാന്ന്? ഒന്നുമില്ല, ഞാൻ അറിയാതെ സോറി പറഞ്ഞെന്ന് പറഞ്ഞേക്കേ പുള്ളിയോട്. ഓ ഓക്കെ ഓക്കെ. ഹായ് നീരവ്. ഹലോ നീരവ്. ഹായ് ഡാ, എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് അശ്വിനി. എന്റെ പേര് പ്രിയ. ഓക്കെ, ആർ യു ഗൈസ് ന്യൂ ഇയർ ഓർ പണ്ടേ ഉള്ളതാ? യാ, ഐ ആം ന്യൂ ഹിയർ. ഞാനിവിടെ നേരത്തെ. ഓ ഓക്കെ. ഏത് സ്കൂളിലായിരുന്നു പ്രിയ നേരത്തെ? ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് കഴിഞ്ഞ ഇയർ വരെ SN-ലായിരുന്നു. വാട്ട് അബൌട്ട് യു? ഓ, ഞാൻ CN-ലായിരുന്നു. ഓ ഓക്കെ. 10th ബോർഡ് എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു രണ്ടാൾക്കും? എനിക്ക് ഒരു 68% ഉണ്ടായിരുന്നു.
എനിക്കൊരു 61% ഉണ്ടായിരുന്നു. ഓഹോ, വലിയ ടീമാണല്ലോ. നമ്മളൊക്കെ പാവങ്ങൾ. ഓഹോ, നിനക്ക് എത്ര ഉണ്ടായിരുന്നു? എനിക്കൊരു 80% ഉണ്ടായിരുന്നു. ശേ, 80? അവനതൊക്കെ കുറവാണ് പോലും, വലിയ ആള്. അങ്ങനെ ഒന്നുമില്ല. നീ ഇനി ഒന്നും പറയണ്ട. ഇതാണാടാ നിനക്ക് കുറവ്? ഞങ്ങളേന്നും ഉണ്ടല്ലോ നിനക്ക്. അപ്പോഴാ. ശരി, അത് വിട്. ശരി. നിന്റെ സ്ഥലം എവിടാ? എന്റെ സ്ഥലം ഇവിടെ അടുത്തൊക്കെ തന്നെ. ഓഹോ, എന്നിട്ടാ നീ അങ്ങ് നടക്കുന്ന CN പോയി പഠിച്ചേ? കൊള്ളാം. അത് തന്നെ, ചോദിക്കങ്ങോട്ട്. അത്ര അടുത്തൊന്നും അല്ല. സ്കൂളിലോട്ട് വരുന്ന അപ്പുറത്തൊരു റോഡ് ഉണ്ടല്ലോ, അവിടെയാ. ഇവിടത്തെ 12th അർജിത്ത്, വിവേക് കൃഷ്ണ, അവരുടെ വീടിന്റെ തൊട്ടടുത്ത്. അർജിത്തിനെ ഇപ്പൊ നിനക്ക് നേരത്തെ അറിയോ? പിന്നെ വിവേകിനെ? പിന്നെ പണ്ടേ അറിയാം. ഞങ്ങൾ 3 പേരും അടുത്തടുത്തായോണ്ട് തന്നെ പണ്ടേ നല്ല കമ്പനിയാ. ഓ, ഓക്കേ. പിന്നെ വിവേകില്ലേ, അവനൊരു തമിഴ് ലുക്ക് ഉണ്ടല്ലോ. അവനെന്നാ തമിഴനാണോ? അത് നിനക്കറിയില്ലായിരുന്നോ? അവൻ തമിഴ്നാടുകാരനാ. അത് തന്നെ. അവനിപ്പോ ഇവിടെ വന്നിട്ട് ഒരുപാടായി. അതുകൊണ്ട് അവന് മലയാളം നന്നായി അറിയും. സ്റ്റിൽ ഇപ്പോഴൊരു തമിഴ് ടച്ച് ഉണ്ട് അവന്റെ സംസാരത്തിൽ. ശേ, അത് കൊള്ളാലോ. അതെന്താ? അത് പിന്നെ ഞാനൊരു കട്ട വിജയ് ഫാനാണ്. അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ തമിഴ്നാടല്ലേ. സോ ആ ലാംഗ്വേജ്, ആ സ്ഥലം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കോളേജിങ് പോലും ചെന്നൈ നോക്കാനാ പ്ലാൻ. അതുകൊണ്ട് കേട്ടപ്പോൾ ഒരു ത്രില്ല്, അത്രേ ഉള്ളൂ. ശരി. എന്നാ ശരി, ഞാൻ പോണേ. പിന്നീട് വരാം. ഓക്കെ ബൈ. എടാ അശ്വിനി, എന്തോ പറഞ്ഞു? എടാ, നമ്മുടെ രേഷ്മ സെറ്റായി. പിന്നെ അവന്തിക ഓൾറെഡി സെറ്റാണ്. എൻ്റെ കാര്യം പിന്നെ അറിയാലോ. അതിനൊന്നുമില്ല. നിനക്കെന്താ, ഒന്നും ഇല്ലേ? ക്രഷോ അങ്ങനൊന്നും ആരോടും തോന്നിയിട്ടില്ല? അങ്ങനെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഉണ്ട്. പറ, ആരോടാ? ഇവിടെ ഉള്ള ആരെങ്കിലും ആണോ? അത് അപ്പോൾ മിസ്സേ, ഇന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ലോങ് ആക്കാൻ പറ്റിയില്ല, ഫോൺ കംപ്ലയിൻസ് ഉണ്ട്. ഇന്ന് സാധാരണത്തിലും കുറവാണെന്ന് അറിയാം, ക്ഷമിക്കണം ആർമിസേ. അപ്പോൾ അശ്വിനിയുടെ കാര്യം നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ അറിയാം. അപ്പോൾ അതുവരയ്ക്കും ബൈ. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. കൺസർണിത.